എല്ലാവർക്കും എജുലൈറ്റ് PC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിനെ കുറിച്ചാണ് അല്ലേ. അതിൽ പ്രൈമറി മെമ്മറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതിൽ റാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് റോമിനെ കുറിച്ചാണ്. റാം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്യുന്നത്? റോം ആണ്. റോം എന്താ? റോം എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറി. അപ്പം റോമിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, റീഡ് ഓൺലി മെമ്മറി എന്നാണ് റോം പറയുക. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു എക്സ്പാൻഷൻ ആയിരിക്കും അല്ലേ. അപ്പം റോം എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി ആണോ നോൺ വോളറ്റൈൽ മെമ്മറി ആണോ? റോം ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ് അല്ലേ. അപ്പം റോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റാം ആവുമ്പം ഏത് സമയം വേണമെങ്കിലും നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ പറ്റും, എവിടെയെങ്കിലും എഴുതാനോ ഒക്കെ കഴിയും. പക്ഷേ റോം ആവുമ്പം റോമിൽ ഒരു പ്രാവശ്യം നമ്മൾ റെഡിയാക്കിയതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തവണ റോമിൽ എഴുതിയ ഡാറ്റകൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി എന്നല്ലേ പറയാ. ഒരു പ്രാവശ്യം മാത്രമേ അതിൽ ഡാറ്റകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അപ്പം റോമിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? ഡാറ്റ ഒരു തവണ മാത്രമേ ഇതിൽ ചേർക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്ന റോമിന്റെ ബാക്കി ടൈപ്സുകളുണ്ട്, വേറെ ടൈപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പൊതുവെ പറയുമ്പോൾ ഡാറ്റ ഒരു തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റാൻ കഴിയാത്ത ഏതാണ്? റോമിലാണ് കേട്ടോ. ഇനി റോം എന്ന് പറഞ്ഞാൽ ശരിക്കും കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കമ്പ്യൂട്ടർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങത്തില്ലേ, അപ്പൊ ഇങ്ങനെ ആദ്യം കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരല്ലേ. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ സോഫ്റ്റ്വെയറുകളും ഫേംവെയറുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മെമ്മറിയാണ് ഇത് റോം. അതായത് കമ്പ്യൂട്ടർ ഇങ്ങനെ പഠിക്കാം, കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിനാവശ്യമായ സോഫ്റ്റ്വെയറുകൾ അതേപോലെ ഫേംവെയറുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു മെമ്മറിയാണ് ഇത് റോം. ഇപ്പൊ ഉദാഹരണമായിട്ട് ബയോസ് ഏതിലാ പെടുക? റോമിലാണ് പെടുക. ഓക്കെ, ഇനി റോമിൽ നമ്മൾ റാം പറഞ്ഞതുപോലെ തന്നെ റോമിലും 2-3 ടൈപ്സ് ഓഫ് റോം ഉണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത്. അതേതൊക്കെയാ? ഒന്ന് പി റോം. ഏതാണ്? ഒന്ന് പി റോം, ഒന്ന് പി റോം. പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് ഇത് വായിക്കാം. പിന്നെ അടുത്തത് ഇ പി റോം. അടുത്തേതാണ്? ഇ പി റോം. ഇ പി റോം എന്ന് പറഞ്ഞാൽ എന്താ? ഇ പി റോം എന്ന് പറയുന്നത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് വരിക. അടുത്തത് ഇ പി റോം. ഏതാണ്? ഇ പി റോം. ഇ പി റോം എന്ന് പറയുന്നത് എന്താ? ഇ പി റോം എന്ന് പറഞ്ഞാല് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് എന്ത് പറയാ? ഇ പി റോം എന്ന് പറയാം. പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇ പി റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ നമുക്ക് ഇതിലുള്ള ഓരോന്നിനെ കുറിച്ചും പറയാം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പി റോമിനെ കുറിച്ചാണ്. ഏതാണ്? പി റോം. പി റോം എന്തായിരുന്നു? പ്രോഗ്രാമബിൾ
റീഡ് ഓൺലി മെമ്മറി, അതറിയാലോ, അതുകൊണ്ട് ഞാൻ റോം എന്ന് എഴുതുന്നുള്ളേ. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് ഏത് പറയാ, പി പ്രോം പറയാ. ഇനി ഈ പി പ്രോമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നിർമ്മിച്ച ശേഷം നമുക്ക് ഒരു തവണ ഇതിലുള്ള പ്രോഗ്രാമിന് എന്തെങ്കിലും മാറ്റം വരുത്താം. ഒരേ ഒരു തവണ നമ്മൾ റോമിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല എന്നല്ലേ. പി പ്രോമില് ഒരു തവണ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഒരൊറ്റ തവണ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന റോമിന്റെ ഒരു ടൈപ്പ് ഓഫ് റോമാണ് ഇത് പി റോം. ഇത് ഇനി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ വെൻസി ചോ ആണ് കണ്ടെത്തിയത്. ആരാണ്? വെൻസി ചോ. വെൻസി ചോ ആണ് പി റോം ഡെവലപ്പ് ചെയ്ത് എടുത്തത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പി റോം അതായത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയിൽ പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇ പി പ്രോം ആണ്. ഇ പി പ്രോം ആണ്. അടുത്ത നോക്കുന്നത് ഏതാണ്? ഇ പി റോം. ഇ പി പ്രോം എന്ന് പറഞ്ഞാല് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ് ഇത് ഇ പി പ്രോം എന്ന് പറയുന്നത് ആണല്ലോ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് അൾട്രാവയലറ്റ് ലൈറ്റ് ആണ്. ഈ അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് ഇവിടെ ഉപയോഗിക്കുന്ന അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഈ പ്രോഗ്രാമുകളൊക്കെ മായ്ക്കാനും അതേപോലെ തന്നെ ചേർക്കാനും ഒക്കെ പറ്റുന്ന ഒരു റോമിന്റെ ഒരു ടൈപ്പ് ഓഫ് റോം ആണ് ഇത് ഇ പി റോം. ഇത് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡോ ഫോർമാൻ ആണ്. ആരാണ്? ഡോ ഫ്രോമാൻ. ഓക്കെ, അപ്പം ഇ പി റോമിനെ കുറിച്ച് ഡെഫിനിഷനും ആരാ കണ്ടെത്തിയെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണ ഇ പ്രോം ആണ്. ഏതാണ്? ഇ പ്രോം. ഇ പ്രോം പ്രോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ഇലക്ട്രിക്കലി എന്താണ്? ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണ് ഇത് ഇ പി റോം. അപ്പം ഇവിടെയും എന്താണ്, നമുക്ക് പ്രോഗ്രാമുകളെ അതേപോലെ തന്നെ നമുക്ക് മായ്ക്കാനും അതേപോലെ തന്നെ ചേർക്കാനും ഒക്കെ പറ്റുന്നതാണ് ഇത് ഇലക്ട്രിക്കലി ഇറേസബിൾ റോം. ഇത് കണ്ടെത്തിയത് ഇലി ഹിലാരിയാണ്. ആരാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്? ആരാണ്? ഇലി ഹരാരി. ഓക്കെ, അപ്പം ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോമും ആ റോമുകളെ കുറിച്ചുള്ള കാര്യങ്ങളും. അപ്പം റോമും ഏകദേശം ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് റോമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കത് ഒന്നുകൂടി റോമിന്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പഠിച്ച് ഇതൊന്ന് നോക്കാം. അപ്പം റോമിന്റെ പ്രത്യേകത എന്താ? റോം ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി അല്ലെ. റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത്? കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഫേംവെയറുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മെമ്മറിയാണ് ഏത്? റോം അല്ലെ. റോമിൽ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തു വെച്ച പ്രോഗ്രാം നമുക്ക് മായ്ക്കാനോ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താനൊന്നും പൊതുവെ റോമിന് പറ്റില്ല. ഇനി റോമിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു.
ഏതൊക്കെയായിരുന്നു? പി റോം, ഇ പി റോം, ഇ പി റോം എന്ന് പറഞ്ഞു അല്ലെ. ഇ റോം എന്ന് പറഞ്ഞ പി റോം എന്ന് പറഞ്ഞതിന്റെ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഈ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയിൽ നമുക്ക് ഒരു തവണ നിർമ്മാണത്തിന് ശേഷം പ്രോഗ്രാം ചേഞ്ച് വരുത്താൻ പറ്റും. അതേപോലെ ഈ പി റോം ആണെങ്കിൽ, അതായത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണെങ്കിലോ അത് നമ്മുടെ അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അതിലാണ് നമുക്ക് മായ്ക്കാനൊക്കെ പറ്റുക അല്ലെ, പ്രോഗ്രാം ഒക്കെ. അപ്പം ആരായിരുന്നു പി റോം കണ്ടെത്തിയെന്ന് നമ്മൾ പറഞ്ഞത്? വെൻസി ചോ ആയിരുന്നു അല്ലെ. അതേപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് ഇ പി റോം ആണ്, അതായത് ഇറേസബിൾ ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതിൽ എന്താണ്, അവിടെയും എന്താണ്, നമുക്ക് മായ്ക്കാനും ഒക്കെ പ്രോഗ്രാം അവിടെയും ചേഞ്ചുകളൊക്കെ വരുത്താൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റോമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് കീസ്, അതായത് വേർഡിലെ നമ്മൾ രണ്ട് ക്ലാസ്സുകളിൽ കൂടി ആയിട്ട് വേർഡ് 2007 വേർഡിന്റെ ആ വേർഷനിലുള്ള ഒരു 2 ക്ലാസ്സും കൂടി ആയിട്ട് കുറച്ചധികം എന്താക്കി ഷോർട്ട് കട്ട് കീസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി എന്നോണം കുറച്ച് ഷോർട്ട് കട്ട് കീസ് നമുക്ക് ഈ ക്ലാസ്സിലും കൂടി ഒന്ന് പഠിക്കാം. അപ്പൊ അതും കൂടിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വേർഡിന്റെ ഏകദേശം ഷോർട്ട് കട്ട് കീസ് ഒക്കെ മുഴുവനായിട്ട് കവർ ചെയ്യും. എന്താ വെച്ചാൽ എക്സാമിന് ഷോർട്ട് കട്ട് കീസ് നിർബന്ധമായി ചോദിക്കും. അതും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടത് വേർഡിലുള്ളതാണ്. അതുകൊണ്ടാണ് MS വേർഡിലുള്ള ഷോർട്ട് കട്ട് കീസ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് കീസ് ഇന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഓൾട്ട് പ്ലസ്, ആദ്യം പഠിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് അപ്പ്. ഏതാണ്? ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് അപ്പ്. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് അപ്പ് എന്തിനാണ്? ടു ദ ടോപ്പ് ഓഫ് ദ വിൻഡോ, വിൻഡോയിന്റെ ഏറ്റവും മുകളിലെത്താൻ. ടു ദ ടോപ്പ് ഓഫ് ദ വിൻഡോ, ടു ദ ടോപ്പ് ഓഫ് ദ വിൻഡോ. അതിനാണ് എന്ത്? ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് അപ്പ് എന്നുള്ള കീ യൂസ് ചെയ്യുക. ഇനി ഏറ്റവും മുകളിലെത്തിയിട്ട് അതിന്റെ എൻഡ് ഭാഗത്ത് എത്തണ്ടേ? അപ്പൊ എൻഡ് ഭാഗത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ? ഇത് തന്നെയാണ്, ലാസ്റ്റിലേക്ക് മാറ്റുള്ളൂ. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ. അപ്പൊ ഇതെന്തായിരിക്കും? ടു ദ എൻഡ് ഓഫ് ദി വിൻഡോ. അല്ലേ? ടു ദ എൻഡ് ഓഫ് ദി വിൻഡോ. ടു ദ എൻഡ് ഓഫ് ദി വിൻഡോ. അപ്പം വിൻഡോയുടെ ടോപ്പിലെത്താൻ ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് അപ്പ്, വിൻഡോയുടെ താഴെ എത്താൻ ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് ടാബ് കീയിലെ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ടാബ് കീനെ കുറിച്ചാണ്. ടാബ് കീ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യല്ലോ. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ല്, ടേബിളില് ഒരു സെല്ല് റൈറ്റിലേക്ക് പോവാൻ, 1 സെൽ ടു ദ റൈറ്റ്. എവിടെ? ടേബിളിലാണ്. ബ്രാക്കറ്റിൽ വേണേ ടേബിളിന് എഴുതാം. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു സെൽ റൈറ്റിലേക്ക് ഒരു സെല്ല് പോവാൻ എന്തിനാ? ടാബ് നമ്മൾ പ്രസ് ചെയ്യും. അതേപോലെ തന്നെ ഷിഫ്റ്റ് പ്ലസ് നമ്മൾ ടാബ് യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് 1 സെൽ ടു ദ റൈറ്റ് ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ടാബ് കീ യൂസ് ചെയ്യുമ്പോൾ 1 സെൽ ടു ദ ലെഫ്റ്റ് ആണ് വരിക. ഒന്ന് റൈറ്റ് ഭാഗത്തേക്കും ഒന്ന് ലെഫ്റ്റ് ഭാഗത്തേക്കും. അപ്പം ടേബിളിൽ ലെഫ്റ്റ് ഭാഗത്തുള്ള ഒരു സെല്ലിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്യും? ഷിഫ്റ്റ് പ്ലസ് ടാബും, റൈറ്റ് ഭാഗത്തേക്കാണ് വെറും ടാബും മാത്രം യൂസ് ചെയ്യും. ഒരു സെല്ല് നമ്മൾ ടേബിളിലുള്ള ഓരോ ഇങ്ങനെയല്ലേ ടേബിൾ ഉണ്ടാവുക അല്ലേ?
ഇങ്ങനെയല്ലേ ഏകദേശം ഉണ്ടാവുക, ഓരോ റോയും ഓരോ കോളമായിട്ട്. അതിന്റെ റൈറ്റ് ഭാഗത്തുള്ള ഇതിനെ നമ്മൾ ഒരു സെല്ല് എന്നല്ലേ പറയുക, അല്ലേ? അപ്പൊ ഒരു സെല്ല് റൈറ്റ് ഭാഗത്തേക്ക് പോകാനാണെങ്കിൽ ടാബ് കീ യൂസ് ചെയ്യാം. ഇനി ലെഫ്റ്റ് ഭാഗത്തേക്കാണെങ്കിലോ ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരൊറ്റ ഷോർട്ട് കട്ട് കീയും കൂടി പഠിക്കാം. ഒരു ഷോർട്ട് കട്ട് കീയും കൂടി പഠിക്കാം. ഏതാണ്? ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ആർ. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ആർ എന്തിനാ വെച്ചാൽ രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് സിമ്പലിനാണ്. രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് സിമ്പലിനാണ് രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് സിമ്പലിനാണ് ഏത് ഉപയോഗിക്കുക? ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ആർ ഉപയോഗിക്കാം. അപ്പൊ നമ്മള് ഷോർട്ട് കട്ട് കീസിൽ വേർഡിൽ ഏകദേശം ഓൾമോസ്റ്റ് ഷോർട്ട് കട്ട് കീസ് നമ്മൾ പറഞ്ഞു. 2 ഷോർട്ട് കട്ട് കീസിൻ്റെതായിട്ടുള്ള 2 ക്ലാസ്സിലും പിന്നെ അല്ലാതെ ഈ ഒരു ക്ലാസ്സിലും കൂടി ആയിട്ട് ഷോർട്ട് കട്ട് കീസ് ഓൾമോസ്റ്റ് നമ്മൾ ഒരുവിധം എല്ലാം കവർ ചെയ്തു. അപ്പൊ ഷോർട്ട് കട്ട് കീസ് നന്നായി പഠിക്കുക. ഷോർട്ട് കട്ട് കീസ് നന്നായിട്ട് പഠിക്കാം. അപ്പൊ നമ്മളിപ്പം പറഞ്ഞ ഷോർട്ട് കട്ട് കീസ് ഒന്നും കൂടെ പറയാം. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് അപ്പ് എന്തിനാണ്? വിൻഡോയുടെ ഏറ്റവും ടോപ്പിൽ പോവാൻ. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ ആവുമ്പോൾ വിൻഡോയുടെ ഏറ്റവും എൻഡിലേക്ക് വരാൻ. പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണെന്ന് വെച്ചാല് ടാബാണ്. ടാബ് എന്താണ്? ടേബിളിൽ ഒരു സെല്ല് റൈറ്റ് ഭാഗത്തേക്ക് പോവാൻ. ഷിഫ്റ്റ് പ്ലസ് ടാബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിളിൽ ഒരു സെല്ല് ലെഫ്റ്റ് ഭാഗത്തേക്ക് പോവാൻ. പിന്നെ നമ്മൾ പഠിച്ചത് ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ആർ ആണ്. ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ആർ ക്യാപിറ്റൽ ആർ ആണ്. ആർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് സിമ്പലിന് വേണ്ടിയിട്ടാണ് ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ആർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റോമിനെ കുറിച്ചും കുറച്ച് ഷോർട്ട് കട്ട് കീസിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രൈമറി മെമ്മറിയിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ സെക്കൻഡറി മെമ്മറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.